നമസ്കാരം. ഒരു സ്ത്രീയെ ഒരു പുരുഷനിൽ നിന്നും വ്യത്യസ്തയാക്കുന്ന അനേകം ഘടകങ്ങളുണ്ട്. അതിലൊരു സുപ്രധാന ഘടകമാണ് പ്രസവിക്കാനുള്ള അവളുടെ കഴിവ്. ഏകദേശം 280 ദിവസം തൻ്റെ കുഞ്ഞിനെ ഉദരത്തിൽ ചുമന്നുകൊണ്ട് ആ സ്ത്രീ കാത്തിരിക്കുകയാണ്. താൻ ആഗ്രഹിച്ചതുപോലുള്ള ഒരു കുട്ടിയെ നേരിൽ കാണാം എന്ന ഒരു കാത്തിരിപ്പ്. ആ സ്ത്രീ ഇപ്പോൾ ലേബർ റൂമിലേക്ക് കയറിയിരിക്കുന്നു. സന്തോഷം, സങ്കടം, ആശങ്ക, ഭയം എല്ലാം കലർന്ന വല്ലാത്തൊരു മാനസികാവസ്ഥ. അധികം വൈകാതെ തന്നെ പ്രസവ വേദനയുടെ അംശങ്ങൾ തൻ്റെ ശരീരത്തുകൂടെ അരിഞ്ഞ് ഇറങ്ങുന്നതായിട്ട് ആ സ്ത്രീക്ക് തോന്നുകയാണ്. ഇതൊക്കെ സഹിക്കുമ്പോഴും, ഓരോ നിമിഷവും ഓരോ യുഗങ്ങളായിട്ട് അനുഭവപ്പെടുമ്പോഴും ആ സ്ത്രീയെ അവിടെ കഴിഞ്ഞുകൂടാൻ അനുവദിച്ചിരിക്കുന്നത് താൻ ആഗ്രഹിച്ച തൻ്റെ കുഞ്ഞിനെ വളരെ വൈകാതെ തന്നെ നേരിട്ട് കാണാം എന്ന ഒരു യാഥാർത്ഥ്യ ബോധമാണ്. പ്രതീക്ഷിച്ചതുപോലെ തന്നെ ആ കുഞ്ഞ് പുറത്തു വന്നിരിക്കുന്നു. വല്ലാത്തൊരു ആശ്വാസം, വല്ലാത്തൊരു സന്തോഷം ആ അമ്മയുടെ മുഖത്ത് ഇപ്പോൾ തെളിഞ്ഞിരിക്കുകയാണ്. സിസ്റ്റർമാരും ഡോക്ടർമാരും ആശങ്കയിലാണ്. എന്താണ് സംഭവിച്ചത് എന്നറിയാതെ ആ അമ്മയും ആ കട്ടിലിൽ കിടക്കുകയാണ്. കുഞ്ഞ് കരയുന്നില്ല. സാധാരണ ജനിക്കുന്ന ഒരു കുഞ്ഞ് ഉടനടി കരയേണ്ടതാണ്. എന്തുകൊണ്ടാണ് കരയാത്തതെന്ന് ആർക്കും ഒരു പിടുത്തവുമില്ല. സകല ദൈവങ്ങളെയും ശപിച്ചുകൊണ്ട് ആ അമ്മ കണ്ണീരിലേക്ക് ആണ്ടുപോയിരിക്കുന്നു. എന്നാൽ വളരെ പെട്ടെന്ന് തന്നെ തൻ്റെ കുഞ്ഞിൻ്റെ കരച്ചിൽ ഒരു കുയിൽനാദം പോലെ ആ അമ്മയുടെ ചെവിയിലേക്ക് എത്തിയിരിക്കുകയാണ്. ആ അമ്മ സന്തോഷം കൊണ്ട് വീണ്ടും കണ്ണീരണിയുന്നു. സ്വന്തം കുഞ്ഞ് കരയുമ്പോൾ ഒരമ്മ മനസ്സറിഞ്ഞ് സന്തോഷിക്കുന്ന ലോകത്തിലെ ആദ്യത്തെയും അവസാനത്തെയും അനുഭവം അല്ലെങ്കിൽ ദിവസം അതായിരിക്കും. ആ അമ്മ ഹോസ്പിറ്റലിൽ നിന്നും അധികം വൈകാതെ ഡിസ്ചാർജ് ആയിരിക്കുന്നു. കൂടെ കുഞ്ഞുമുണ്ട്. വീട്ടിലെത്തിയ ആ അമ്മ താൻ ഇത്രയും നാൾ കടന്നുപോയ അനുഭവങ്ങളെക്കുറിച്ച് ഒന്ന് വിലയിരുത്തി. എന്തുകൊണ്ടായിരിക്കും ആ കുഞ്ഞ് ആ ലേബർ റൂമിൽ ആദ്യം കരയാത്തത്? ആ കുഞ്ഞിനെ കരയിപ്പിക്കാൻ വേണ്ടി എന്തായിരിക്കും അവിടുത്തെ ഡോക്ടർമാരും സിസ്റ്റർമാരും ചെയ്തിട്ടുണ്ടാവുക? ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് കാണാൻ പോകുന്ന ആ പ്രധാനപ്പെട്ട കോൺസെപ്റ്റാണ് അപ്ഗാർ സ്കോർ. നമ്മുടെ ICDS സിലബസിൻ്റെ അകത്ത് ഹോം സയൻസ് എന്ന് പറയുന്ന ഒരു മേഖലയിൽ നമ്മുടെ ചൈൽഡ് വെൽഫെയർ ആൻഡ് ഡെവലപ്മെന്റ് എന്ന യൂണിറ്റിൻ്റെ അകത്ത് കൊടുത്തിരിക്കുന്ന ഒരു ചെറിയൊരു സെക്ഷനാണ് അപ്ഗാർ സ്കോർ. 1952 കൊളംബിയ സർവകലാശാലയിലെ അനസ്തേഷ്യോളജിസ്റ്റായ വിർജീനിയ അപ്ഗാർ എന്ന സ്ത്രീയാണ് ഈ ഒരു സ്കോർ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. എന്താണ് ഈ സ്കോർ? ഒരു കുഞ്ഞ്, ഒരു നവജാത ശിശു ജനിച്ച ഉടനെ ആദ്യത്തെ ആ 1ാമത്തെ മിനിറ്റിൽ, അതിനുശേഷം 5ാമത്തെ മിനിറ്റിൽ ആ കുട്ടിയുടേതായിട്ടുള്ള 5 പ്രധാനപ്പെട്ട കാര്യങ്ങൾ പരിശോധിച്ച് അതിനൊരു മാർക്ക് കൊടുക്കുന്ന മെക്കാനിസമാണ് അപ്ഗാർ സ്കോർ. ഈ സ്കോറിനൊരു പ്രത്യേകതയുണ്ട്. ആ 5 കാര്യങ്ങളിൽ ഓരോ കാര്യങ്ങൾക്കും 0, 1, 2 ഇങ്ങനെ 3 സ്കോറുകളെ അവിടെ ഉണ്ടാവുകയുള്ളൂ. പ്രതീക്ഷിക്കുന്നത് പോലെയുള്ള ഒരു റിസൾട്ടാണ് എങ്കിൽ 2 ആയിരിക്കും സ്കോർ. ഒട്ടും പ്രതീക്ഷിക്കാത്ത റിസൾട്ട് ആണെങ്കിൽ 0 ആയിരിക്കും സ്കോർ. എന്നാൽ ഇതിൻ്റെ രണ്ടിനും ഇടയിലാണ് അവസ്ഥയെങ്കിൽ സ്കോർ 1 ആണ്. ഇനി ആ 5 കാര്യങ്ങൾ ഏതൊക്കെയാണ് എന്ന് നമുക്കൊന്ന് നോക്കാം. ഇത് പഠിക്കാൻ ഒരു എളുപ്പ വഴിയുണ്ട്. നമ്മുടെ വിർജീനിയ അപ്ഗാർ എന്ന് പറയുന്ന വ്യക്തിയുടെ ആ പേരിൽ തന്നെ അതുണ്ട്, അപ്ഗാർ. ഈ APGAR എന്ന 5 അക്ഷരങ്ങളെ നമുക്ക് ഒരു കോഡായിട്ട് വേണമെങ്കിൽ ഓർത്തു വയ്ക്കാം. A എന്ന് പറഞ്ഞാൽ അപ്പിയറൻസ്. നവജാത ശിശുവിൻ്റെ സ്കിൻ കളറിനെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അവിടെ ഒരു കുഞ്ഞ് ജനിക്കുന്ന സമയത്ത് ശരീരത്തൊരു പിങ്കിഷ് കളറാണ് വരേണ്ടത്. അങ്ങനെയാണ് വരുന്നത് എങ്കിൽ കുഞ്ഞിൻ്റെ സ്കോറ് 2. എന്നാൽ ചില കുട്ടികൾ ജനിക്കുമ്പോൾ ശരീരത്ത് പിങ്ക് കളറും എന്നാൽ കയ്യിലും കാലിലും ഏകദേശം ഒരു നീല നിറമായിരിക്കും കാണുന്നത്. ഇതിനെ ആക്രോസയാനോസിസ് എന്നൊക്കെ നമുക്ക് വിളിക്കാം. അഗ്രഭാഗങ്ങളിൽ സയാൻ കളർ. ഇങ്ങനെയാണ് അവസ്ഥ എങ്കിൽ കുഞ്ഞിൻ്റെ സ്കോറ് 1. എന്നാൽ ചില കുഞ്ഞുങ്ങളുണ്ട്, ജനിക്കുന്ന സമയത്ത് ശരീരമാസകലം നീല നിറത്തിലായിരിക്കും കാണുന്നത്. അങ്ങനെയെങ്കിൽ ആ കുഞ്ഞിൻ്റെ അപ്പിയറൻസ്, സ്കിൻ കളറിൻ്റെ സ്കോറ് 0 ആണ്. A കഴിഞ്ഞാൽ അടുത്തത് P എന്ന് പറഞ്ഞാൽ പൾസ്. അതായത് കുഞ്ഞിൻ്റെ ഹൃദയമിടിപ്പുമായി ബന്ധപ്പെട്ട ഒരു കാര്യം. കുഞ്ഞിൻ്റെ ഹൃദയമിടിപ്പ് 100ൽ കൂടുതലാണ് എങ്കിൽ
ആ കുഞ്ഞിൻ്റെ സ്കോറ് 2 ആണ്. അതേസമയം 100-ൽ താഴെയാണ് എങ്കിൽ ആ കുഞ്ഞിൻ്റെ സ്കോറ് 1 ആണ്. എന്നാൽ ഹൃദയമെടുപ്പ് ഒന്നും അനുഭവപ്പെടുന്നില്ല എങ്കിലോ ആ കുഞ്ഞിൻ്റെ സ്കോറ് 0 ആണ്. പി കഴിഞ്ഞാൽ ജി ആണ്. ജി എന്ന് പറഞ്ഞാൽ ഗ്രിമേസ്. ഗ്രിമേസ് എന്ന വാക്കിന്റെ അർത്ഥം മുഖത്ത് വരുന്ന ചില ചേഷ്ടകൾ എന്നാണ്. അതായത് ഒരു കുഞ്ഞിനെ സ്റ്റിമുലേറ്റ് ചെയ്യുമ്പോൾ ആ കുഞ്ഞിന്റെ റിഫ്ലക്സ് ആയിട്ട് മുഖത്ത് വരുന്ന ചില ചേഷ്ടകൾ, അതോടൊപ്പം കരച്ചിൽ, ഇതിനെല്ലാം സൂചിപ്പിക്കുന്നതാണ് ജി. അതായത് നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു കുഞ്ഞ് ജനിച്ച ഉടനെ കരയണം അല്ലെ. ആ കരച്ചിൽ വളരെ ശക്തമായിരിക്കണം, വളരെ സ്ട്രോങ് ആയിട്ടുള്ള കരച്ചിലായിരിക്കണം. അതോടൊപ്പം തന്നെ ശ്വസനം നല്ല രീതിയിൽ നടക്കണം. അങ്ങനെയാണ് എങ്കിൽ കുഞ്ഞിന്റെ സ്കോറ് 2. അതേസമയം കുഞ്ഞിന്റെ കരച്ചിൽ കേൾക്കുന്നില്ല, മറിച്ച് മുഖത്ത് ചില ചേഷ്ടകൾ മാത്രമേ വരുന്നുള്ളൂ എങ്കിൽ കുഞ്ഞിന്റെ സ്കോറ് 1. എന്നാൽ ചില കുഞ്ഞുങ്ങളുണ്ട്, എത്രയൊക്കെ സ്റ്റിമുലേറ്റ് ചെയ്താലും എത്രയൊക്കെ പുറത്തിട്ട് തട്ടിയാലും കുഞ്ഞിന്റെ മുഖത്തോ അല്ലെങ്കിൽ കരച്ചിലായിട്ടോ പോലും പുറമേ ഒന്നും കാണില്ല. അങ്ങനെയെങ്കിൽ കുഞ്ഞിന്റെ സ്കോറ് 0. ജി കഴിഞ്ഞാൽ അടുത്തത് എ ആണ്. എ ഫോർ ആക്ടിവിറ്റി. ജനിക്കുന്ന ഒരു നവജാത ശിശു തൻ്റെ ശരീരം നല്ല രീതിയിൽ ചലിപ്പിക്കും. അതിൻ്റെ അർത്ഥം ആ കുഞ്ഞിനെ നമ്മൾ കയ്യിലെടുത്താൽ തന്നെ ആ കുഞ്ഞ് വളരെയധികം മൂവ് ചെയ്യുന്ന ഒരു പ്രകൃതം ഉണ്ടായിരിക്കും. അതല്ല വളരെ ഫ്ലോപ്പി ആയിട്ടാണ് കാണുന്നത് എങ്കിൽ, അതായത് കുഞ്ഞിന്റെ മസിൽസ് നേരാവണ്ണം പ്രവർത്തിക്കുന്നില്ല എങ്കിൽ കുഞ്ഞിന്റെ സ്കോർ 0. അതേസമയം അത്യാവശ്യം കുഞ്ഞിന്റെ മസിൽസ് ഒക്കെ അനങ്ങുന്നുണ്ടെങ്കിൽ കുഞ്ഞിന്റെ സ്കോർ 1. എന്നാൽ കുഞ്ഞ് നല്ലപോലെ ആക്റ്റീവായിട്ട് കൈയും കാലും ഒക്കെ ഇട്ട് ചലിപ്പിക്കുന്നുണ്ടെങ്കിൽ കുഞ്ഞിന്റെ സ്കോർ 2. അടുത്തത് എ കഴിഞ്ഞിരിക്കുന്നു. അടുത്തത് വരുന്നത് 6 ആണ്. 6 എന്ന് പറഞ്ഞാൽ റെസ്പിറേഷൻ, കുഞ്ഞിന്റെ ശ്വസനവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. കൂട്ടരെ, ഇവിടെ ശ്വസനം എന്ന് ഞാൻ പറഞ്ഞു, ഇവിടെയും നമുക്ക് ആ കരച്ചിൽ നമുക്ക് അതോട് ചേർത്ത് വയ്ക്കാം. കുഞ്ഞിന്റെ ബ്രീത്തിങ് റേറ്റ് നോർമൽ ആണ് എങ്കിൽ, അതോടൊപ്പം നല്ല കരച്ചിൽ വരുന്നുണ്ട് എങ്കിൽ അതിൻ്റെ അർത്ഥം കുഞ്ഞ് നല്ല രീതിയിൽ ശ്വസിക്കുന്നുണ്ട് എന്നാണ്. അവിടെ കുഞ്ഞിന്റെ സ്കോറ് 2. എന്നാൽ കുഞ്ഞ് ശ്വസിക്കുന്നുണ്ട്, പക്ഷേ അത് വളരെ സ്ട്രോങ് അല്ല, വളരെ കഷ്ടപ്പെട്ടാണ് കുഞ്ഞ് ശ്വസിക്കുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നതെങ്കിൽ കുഞ്ഞിന്റെ സ്കോറ് 1. അതേസമയം കുഞ്ഞിന് ശ്വസനമൊന്നും ഫീൽ ചെയ്യുന്നില്ലെങ്കിലോ കുഞ്ഞിന്റെ സ്കോറ് 0. അപ്പോൾ 5 കാര്യങ്ങൾ, അതിൽ 0 മുതൽ 2 വരെയുള്ള സ്കോറുകൾ നമുക്ക് നൽകാം. അപ്പോൾ നമ്മൾ വിചാരിക്കും 10 എന്ന സ്കോർ അത് കിട്ടുന്ന കുട്ടി വളരെ കോമൺ ആണോ എന്ന്. ഒരിക്കലുമല്ല. ഏതൊക്കെ മേഖലകളിൽ 2 മാർക്ക് കിട്ടിയാലും ഒട്ടുമിക്ക കുട്ടികളും അപ്പിയറൻസ് അല്ലെങ്കിൽ സ്കിൻ കളറിൽ 1 മാർക്ക് മാത്രമാണ് സാധാരണഗതിയിൽ വാങ്ങാറുള്ളത്. കാരണം എത്ര ഹെൽത്തി ആയിട്ടുള്ള കുഞ്ഞാണെങ്കിലും കയ്യിലും കാലിലും ഒരു ചെറിയ നീല നിറം തളം കെട്ടി നിൽക്കുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടും. അവിടെ 1 മാർക്ക് സാധാരണഗതിയിൽ പോകാറുണ്ട്. ഏതാണ് ഒരു ശരിയായ സ്കോർ എന്നിപ്പോ നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടാവും അല്ലെ. 7 അതിൽ മുകളിലോട്ടുള്ള ഏത് സ്കോറും നല്ലതാണ്. ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ആലോചിക്കുക, ഒരു കുഞ്ഞ് ആ കുഞ്ഞിന്റെ ഭാവിയിലുള്ള ആരോഗ്യത്തെ സൂചിപ്പിക്കുന്ന ഒരു സ്കോർ അല്ല അപ്ഗാർ സ്കോർ. മറിച്ച് ആ കുഞ്ഞ് പ്രസവം എന്ന് പറയുന്ന പ്രക്രിയ എങ്ങനെ തരണം ചെയ്തു അത് മനസ്സിലാക്കാനാണ് 1ാമത്തെ മിനിറ്റിൽ നമ്മൾ ഈ സ്കോർ നോക്കുന്നത്. 5ാമത്തെ മിനിറ്റിൽ നമ്മൾ ഈ സ്കോർ നോക്കുന്നതിന്റെ ഉദ്ദേശം എന്താണ്? ആ കുഞ്ഞ് പുതിയ ഒരു എൻവയോൺമെന്റുമായിട്ട് പൊരുത്തപ്പെട്ട് കഴിഞ്ഞോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് 5ാമത്തെ മിനിറ്റിൽ നമ്മൾ 2ാമതായിട്ട് ഈ സ്കോർ നോക്കുന്നത്. ആദ്യത്തെ മിനിറ്റിൽ നോക്കുമ്പോൾ ഒരു പക്ഷേ സ്കോർ കുറവായിരിക്കും. 5ാമത്തെ മിനിറ്റിൽ നോക്കുമ്പോൾ ചിലപ്പോൾ സ്കോർ നോർമൽ റേഞ്ചിലേക്ക് വരാം. അപ്പോൾ സാധാരണഗതിയിൽ 0 എന്ന് പറയുന്ന സ്കോർ അങ്ങനെ പൊതുവെ കിട്ടാറില്ല. 1 മുതൽ ഏകദേശം ഒരു 9 വരെയാണ് നമ്മൾ സാധാരണഗതിയിൽ ഒബ്സർവ് ചെയ്യുന്നത്. ഇനി 7ന് താഴേക്കാണ് സ്കോർ പോകുന്നതെങ്കിൽ ഉറപ്പിക്കാം അത് കുഞ്ഞിന് മെഡിക്കൽ അറ്റൻഷൻ അല്ലെങ്കിൽ മെഡിക്കൽ ഇന്റർവെൻഷൻ ഉടനെ വേണം എന്നതാണ് അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. സുഹൃത്തുക്കളെ, ഇതാണ് അപ്ഗാർ സ്കോർ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ്. നമ്മുടെ പരീക്ഷയ്ക്ക് വളരെ പ്രസക്തമായതാണ്, എക്സാമിന് ചോദിക്കുകയും ചെയ്യും. ഇനി കൂട്ടുകാരെ, നമ്മുടെ ICDS സൂപ്പർവൈസറിന്റെ പ്രിപ്പറേഷൻ നിങ്ങളെല്ലാവരും ആരംഭിച്ചു എന്ന് എനിക്കറിയാം. നിങ്ങൾക്ക് വേണ്ടിയിട്ടും ഞാനൊരു അപ്ഗാർ തരികയാണ്. എന്താണെന്നല്ലേ കൂട്ടുകാരെ? A ഫോർ അപ്പിയറൻസ്. നിങ്ങൾ വളരെ കൃത്യമായിട്ട് നമ്മുടെ ക്ലാസ്സുകൾ കാണണം. ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാൻ നിങ്ങൾ അപ്പിയർ ചെയ്യണം. ഉറപ്പിച്ചോ നിങ്ങൾക്ക് റാങ്ക് ലിസ്റ്റിൽ വരാൻ സാധിക്കും. അടുത്തത് P ഫോർ പൾസ്. നിങ്ങൾ എഴുതാൻ പോകുന്ന ജോലിയുടെ പൾസ് എന്താണ്, സ്വഭാവം എന്താണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. നമുക്ക് വളരെ പെട്ടെന്ന് ഈ പറയുന്ന എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റും. G ഫോർ ഗ്രിമേസ്. അതായത് എത്ര വലിയ കോൺസെപ്റ്റ് ആണെങ്കിലും മുഖത്ത് അനാവശ്യമായ ടെൻഷൻ ഒന്നും വരുത്താതെ നിങ്ങൾക്ക് ആ ഏരിയ കവർ ചെയ്യാൻ സാധിക്കണം.
അതോടൊപ്പം തന്നെ അടുത്ത എ എന്ന് പറയുന്നത് ആക്ടിവിറ്റി. നമ്മുടെ ആപ്പിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് നൽകുന്ന ആക്ടിവിറ്റീസ്, MCQs ഇതെല്ലാം നിങ്ങൾ വളരെ കൃത്യമായിട്ടാണ് ചെയ്യുന്നത് എങ്കിൽ നിങ്ങൾക്ക് ഈ എക്സാം പാസ്സാകാൻ സാധിക്കും. R for റെസ്പിറേഷൻ. ടെൻഷൻ അടിച്ച് പഠിക്കണ്ട, ഇടയ്ക്കൊക്കെ ശ്വാസം വിട്ടോളൂ. വല്ലപ്പോഴുമൊക്കെ ഇച്ചിരി ഒരു ലീവൊക്കെ എടുത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യൂ. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അത് വലിയ ഒരു ഗുണത്തിലേക്കായിരിക്കും നിങ്ങളെ തള്ളിവിടുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ഈ ഒരു ചെറിയൊരു സെഷൻ നമ്മുടെ കൂട്ടുകാർക്ക് കുറച്ചറിവെങ്കിലും പകർന്നു തന്നു എന്നാണ് എൻ്റെ വിശ്വാസം. മറ്റൊരു സെഷനുമായിട്ട് നമുക്ക് ഉടനെ മീറ്റ് ചെയ്യാം. താങ്ക് യു സോ മച്ച്.